ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കുന്തൻ ബാംഗിൾ സെറ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ സിൽക്ക് ത്രെഡില്ലേ, സിൽക്ക് ത്രെഡ് ഈ ഒരു കനത്തിൽ, കാരണം ഞാനത് ചെയ്യുമ്പോൾ എത്രത്തോളം വീതിയിലാണ് എത്രത്തോളം വിടത്തിലാണ് ഞാനത് എടുക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് അപ്പോൾ എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചു, അതുകൊണ്ടാണ് ഞാനിന്ന് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഇത്രയും ഒരു ലെങ്ത് വേണം കേട്ടോ, കാരണം എന്നാലേ നമുക്കത് ബാംഗിൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും ഒരു ലെങ്തിൽ എടുത്തിട്ട് അതിൻ്റെ എഡ്ജ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ബാംഗിളിലും ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഫാബ്രിക് ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അതിനുശേഷം നന്നായിട്ട് നമ്മൾ കൈ ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്യുക. അതൊന്ന് ഇച്ചിരി ടൈറ്റായിട്ട് തന്നെ പ്രസ് ചെയ്ത് നമ്മൾ പിടിക്കുമ്പോൾ തീരെ ടൈറ്റായിട്ട് ആക്കൽ, കാരണം അതിങ്ങനെ ഇളകി വരും. ഒന്ന് നമ്മുടെ കൈ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തെടുക്കുക. അത് ഇളകി വരരുത്. അതിൻ്റെ ആദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് അത് കവർ ചെയ്യുന്നത്. അത് കൃത്യമായി കാണിക്കാനാണ് ഞാൻ ഇത്രയും ഒന്ന് ഡീറ്റെയിൽ ആയിട്ടത് കുറച്ച് എടുത്തത്. കണ്ടില്ലേ ഇതുപോലെ. കാരണം നമ്മൾ എടുക്കുമ്പോൾ ആ നൂല് ഒരുമിച്ച് ചേർത്തല്ല, ഒന്ന് അതിനെ വിടർത്തി എടുത്തിട്ടാണ് ഇങ്ങനെ ചുറ്റിയെടുക്കേണ്ടത്. അപ്പോൾ എന്നാലേ അതിൻ്റെ ഒരു പെർഫെക്ഷനിൽ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് എന്താ പറയുക, അത് നല്ല ഒരു ഭംഗിക്ക് ഫിനിഷിങ്ങോടെ നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റൂ ബാംഗിളിൻ്റെ ഫ്രെയിം. നോക്കിയേ ഇതുപോലെ, ജസ്റ്റ് വേറെ ഒന്നുമില്ല. പിന്നെ ഞാനിവിടെ 2 തരത്തിലുള്ള ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. ഒന്ന് B7000 ഒന്ന് ഫാബ്രിക് ഗ്ലൂ. നമ്മൾ ഈ ഒട്ടിച്ച് ഈ ബാംഗിളൊക്കെ ഇതൊക്കെ ഒട്ടിക്കാനായിട്ട് ഫാബ്രിക് ഗ്ലൂ ആണ് നല്ലത്. കാരണം അല്ലെങ്കിൽ ആ ഒരു ഇതില്ലേ ഗ്ലൂവിൻ്റെ ഇത് പുറത്ത് വൃത്തികേടായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് കേട്ടോ. ഇനി അവസാനം ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് അവസാനം ബാലൻസ് കുറച്ച് ത്രെഡ് വരും. ആ ത്രെഡിന് ഒന്ന് കുറച്ച് എത്രയാണോ വരുന്നത് അതിനൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യുക. അതിൻ്റെ എഡ്ജിൽ ഇതുപോലെ നമ്മളിതുപോലെ ഒന്ന് കറക്റ്റ് വിടർത്തിയെടുക്കണം. നമുക്ക് അവിടെ ഫിനിഷിങ് ആയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വിടർത്തിയെടുക്കുക. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക, ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഒന്ന് ജസ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്യുക, ഒന്നവിടെ ഇങ്ങനെ ഇതുപോലെ കൈ കൊണ്ടങ്ങ് ഒട്ടിച്ചങ്ങ് ചേർക്കുക. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. ഓക്കെ, അപ്പം ഞാൻ ബാക്കിയുള്ള ബാംഗിൾ അതുപോലെ കവർ ചെയ്തെടുത്ത് കേട്ടോ. നോക്കി വളരെ ഫിനിഷിംഗ് ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ആവശ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഡ്രോപ്പ് കുന്തനാണ്. ഇത് ഇവിടെ മാറ്റല്ല, നമ്മുടെ ഗ്ലാസ് കുന്തനാണ് എടുത്തിരിക്കുന്നത്. ഗ്ലാസ് കുന്തൻ ബ്ലൂവും പിന്നെ നമ്മുടെ സെറാമിക് ബീഡ്സും ആണ് എടുത്തിരിക്കുന്നത്. സെറാമിക് കുന്തനുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒട്ടിക്കുമ്പോഴാണ് നമ്മൾ B7000 ഗ്ലൂ ഒട്ടിക്കുന്നത്. B7000 ഗ്ലൂ കൂടുതലായി കഴിഞ്ഞാൽ അതിങ്ങനെ പുറത്തേക്ക് നിൽക്കും. അത് വൃത്തികേടായിട്ട് ഇങ്ങനെ അവിടെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് റെഗുലറായിട്ട് വെയർ ചെയ്യുന്ന ഒരു ബാംഗിൾ സെറ്റാണ്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ എക്സ് പോലെ ഒന്ന് വരയ്ക്കുക. എന്നിട്ട് ആ ഒരു എക്സിലേക്ക് 4 കുന്തൻ സ്റ്റോൺ വയ്ക്കുക ഓരോ സൈഡിലും. കുറച്ചുകൂടെ സൂമായിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കാരണം ഞാനിത് ഇത്രയും ഇങ്ങനെ എടുത്തപ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ പിന്നെ ഞാൻ സൂമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, ക്ലോസർ വ്യൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു ക്രോസ് ആയിട്ട് വരയ്ക്കുക. ആ ക്രോസിൽ 4 ഇത് വെക്കുക. കാരണം നമ്മളവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇത് ഗ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ, B7000 ഗ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്മൾ ഒട്ടിക്കുന്ന ഗ്ലൂവിൻ്റെ ബാക്കി പോർഷനിൽ നമുക്ക് വൃത്തികേടായിട്ട് ഗ്ലൂ അങ്ങനെ അവിടെ നിൽക്കും. അത് അറിയാൻ പറ്റും. പക്ഷേ നമ്മുടെ ഫാബ്രിക് ഗ്ലൂ, നമ്മൾ ഇതിന് പകരം അവിടെ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് വൃത്തികേട് അറിയാൻ പറ്റത്തില്ല. അത് കുറച്ച് സമയം എടുക്കും, പേസ്റ്റ് ആവും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് നന്നായിട്ട് അങ്ങ് ഡ്രൈ ആവും. നമുക്കവിടെ ഗ്ലൂ ഉണ്ടെന്ന് നമ്മൾ അപ്ലൈ ചെയ്തൊന്നും അറിയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു 2 വ്യത്യാസമുണ്ട് കേട്ടോ. അതുകൊണ്ട് പേസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഗ്ലൂ നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഒരു സെറാമിക് കുന്തൻ 3, അതിൻ്റെ തൊട്ടടുത്തേക്ക് ഒരു 2 സെറാമിക് ബീഡ്സും കൂടെ കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് സെയിം പ്രോസസ്സ് തന്നെ നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ ഒരു ഗ്യാപ്പ് മനസ്സിൽ കൺസിഡർ ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ ഒരു നല്ല ഫിനിഷിങ്ങോടെ ഭയങ്കര ഹെവി ആയിട്ട് വർക്കൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയ, ചെയ്ത് റെഗുലറായിട്ടൊക്കെ യൂസ് ചെയ്യാനും ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാനും പറ്റിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാംഗിളാണ് കേട്ടോ. നല്ല രസമാണ് ഈ കുന്തൻ ബാംഗിളൊക്കെ ഹാൻഡ് മെയ്ഡാണ് കൂടുതലും കുന്തൻ ബാംഗിൾസ് വരുന്നത്. അത് എപ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇരിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം, കാരണം ഇതൊക്കെ വളരെ സിമ്പിളാണ്. കണ്ടില്ലേ, ഞാനിത് ക്ലോസർ ലുക്കിൽ ആദ്യം ഒരു എക്സ്പോല ഞാൻ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തു. ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കണ്ടത്. അതിനുശേഷം കുറച്ച് ഇളക്കി എടുത്തിട്ട് ഒന്നേന്ന് ചെയ്തതായിട്ടോ ഇത്. ഇതുപോലെ അതിലേക്ക് ആ 4 സൈഡും ഒന്ന് നമ്മുടെ 4 കുന്തൻ സ്റ്റോൺ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എടുത്തിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ഗ്ലൂ നമ്മൾ കൂടുതൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്യാപ്പിൽ അറിയാൻ പറ്റും. ഇതുപോലെ ഇത് ഇങ്ങനെ നിൽക്കും, ഡ്രൈ ആകുമ്പോൾ ഇതുപോലെ അറിയാൻ പറ്റും നമുക്ക്.
കണ്ടില്ലേ ഞാനിപ്പോൾ ഗ്ലൂ കൊടുത്തത് കണ്ടില്ലേ, ഇതുപോലെ അറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഗ്ലൂ കൊടുക്കാതെ ആവശ്യത്തിന് മാത്രം എന്ത് ചെയ്യുക, കൊടുത്താൽ മതി കേട്ടോ. ഇത് ഞാനൊന്ന് ഇളക്കിയെടുത്തതാണ് ഒന്നേന്ന് ചെയ്യാനായിട്ട്. അവിടെ ആ ഒരു സൈഡിലേക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടു, അതിലേക്കൊരു 3 കുന്തൻ സ്റ്റോൺസ്, സെറാമിക് കുന്തനാണ് വെച്ചിരിക്കുന്നത്. ഇനി കോൺട്രാസ്റ്റ് ആയിട്ട് ഏത് കളറാണ് നമുക്ക് ആവശ്യം, പിങ്ക് കൊടുക്കാം, അത് ഏത് വേണമെങ്കിലും നമുക്ക് കൊടുത്ത് ചെയ്യാം കേട്ടോ. അതിനുശേഷം ആ സൈഡിലേക്ക് കുറച്ച് കൊടുക്കുക, അവിടെ 2 എണ്ണം. ഇതിന് പകരം ഇവിടെ ഫാബ്രിക് ഗ്ലൂ ആണ് നമ്മൾ കൂടുതൽ കൊടുത്താലും അതങ്ങ് ഡ്രൈ ആവും കേട്ടോ, അത് പുറത്തേക്ക് നിൽക്കത്തുമില്ല, പുറത്തറിയാനും പറ്റത്തില്ല നമുക്ക്. അങ്ങനെ 2 വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ കൂടുതൽ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലൂ യൂസ് ചെയ്യുന്നത്. ഫാബ്രിക് ഗ്ലൂ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും. വീണ്ടും സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു എക്സ് പോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തു, അതിനുശേഷം ആ 4 സൈഡിലേക്കും കുന്തൻ സ്റ്റോൺസ് കൊടുക്കുന്നു. വളരെ സിമ്പിളാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഈ അക്സസറീസൊക്കെ നമ്മൾ ഡയറക്റ്റ് കാണുന്നതിനേക്കാളും കയ്യിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇടുമ്പോൾ വളരെ 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 ഭംഗിയാണ്. ഇത് പല പല വെറൈറ്റി നമുക്ക് ചെയ്യാം കേട്ടോ. എല്ലാം നമ്മൾ കസ്റ്റമൈസേഷൻ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇനി അടുത്ത് ഇതിൻ്റെ സെൻറ്ററിൽ ഇത് 2 എന്താ പറയുക, ഇത് വന്നിട്ട് സെൻറ്ററിലെ ബാങ്കിൾ, സൈഡിൽ 2 എക്സ്ട്രാ ബാങ്കിൾ. ഇനി ഇതിൻ്റെ പുറത്ത് ഞാൻ ആ ബാങ്കിൾസ് ഫ്ലവർ പോലെ ചെയ്തില്ലേ, ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്ക് കുന്തൻ സ്റ്റോൺ കൊടുക്കുകയാണ്. സെറാമിക്കാണ്, അവർക്കൊരു ക്രീമും ബ്ലൂ ആണ് ആവശ്യമായിരുന്നു, അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തതന്നേ ഉള്ളൂ. ഇനി ഇതിൽ നമുക്ക് സ്റ്റോൺസും കൊടുക്കാം. സ്റ്റോൺസ് കൊടുത്ത് ചെയ്യുന്നത് ഭംഗിയാണ് കേട്ടോ. ഞാൻ സ്റ്റോൺസും കൊടുത്ത് ചെയ്യാറുണ്ട്. സ്റ്റോൺസ് പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ക്ലിപ്പ് സ്റ്റോണുകൾ, കുഞ്ഞു കുഞ്ഞു ക്ലിപ്പ് സ്റ്റോൺസ് ഉണ്ട്, അതൊക്കെ കൊടുത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടേതായ ഇഷ്ടത്തിന് നമുക്ക് സ്റ്റോൺസ് വേണോ എന്നൊക്കെയുള്ള നമ്മുടെ, പിന്നെ ഗോൾഡൻ ബീഡ്സ് കൊടുക്കാം ഈ ഫ്ലവറിൻ്റെ ഇടയ്ക്കൊക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്ത് ചെയ്യാം. അതിന് അടുത്തത് ഞാൻ 2 സൈഡിൽ ഓരോ ബാങ്കിൾ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ സൈസ് മാറുമെന്നേ ഉള്ളൂ. 4 കട്ടിൻ്റെ ഇത് 4 കട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, ഇപ്പോൾ 4 കട്ടിലെ ഒന്നാണ്. മറ്റേത് ഞാൻ കുറച്ച് മുന്നേ എടുത്ത ആ സെൻറ്ററിലെ വീഡിയോയിൽ 2 കട്ട് എന്ന് പറയും, അതാണ് 2 കട്ടിലെ ഒന്നാണ്. 4 കട്ടുണ്ട്, 2 കട്ടുണ്ട്, 6 കട്ടുണ്ട്, 1 കട്ട്. 1 കട്ട് എന്ന് പറയുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ബാങ്കിളാണ് കേട്ടോ. ഇത് 4 കട്ടിലെ ഒരു ബാങ്കിളാണ്. അപ്പോൾ നമുക്കിത് 2ഉം 4എണ്ണം ഒരുപോലെ ചെയ്തെടുക്കാം. അതിൻ്റെ സൈസ് മാറുമെന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ഒരു 4-5 ഗ്ലാസ് കുന്തൻ തന്നെയാണ് കൊടുത്തത്, സ്ക്വയർ ടൈപ്പുള്ള ഗ്ലാസ് കുന്തൻ കൊടുത്തു. അതിനുശേഷം കുറച്ച് എന്താ പറയുക, നമ്മുടെ സെറാമിക് കുന്തൻ ഇങ്ങനെ അവിടെ ഒട്ടിച്ചെടുക്കുകയാണ്. ഈ സെറാമിക് കുന്തൻ നമ്മുടെ സൈസ് എപ്പോഴും ഒരു മാൻഡേറ്ററി ആണ് കേട്ടോ. നമ്മൾ എടുക്കുന്ന നമ്മുടെ ബാങ്കിളിൻ്റെ കറക്റ്റായിട്ടുള്ള സൈസ് ഇത് 4mm, 6mm, 8mm ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമ്മളല്ലെങ്കിൽ എടുക്കുന്ന നമ്മുടെ ഫ്രെയിമില്ലേ, ആ ഫ്രെയിമിനനുസരിച്ചുള്ള സൈസ് തിരഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് പിന്നെ സെയിം വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എത്ര ബാങ്കിളാണ്, ഞാൻ ഒരു 5 എണ്ണമാണ് കൊടുക്കുന്നതെങ്കിൽ 5 കുന്തനാണെങ്കിൽ അടുത്ത 5 സെറാമിക് അങ്ങനെ കൊടുത്ത് ചെയ്തതാണ് കേട്ടോ. അത് നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ഭയങ്കര ഐഡിയ വെച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്, ഒരു മോഡലിൽ നമ്മുടെ ഒരു മനസ്സിലെ ഒരു ഉദ്ദേശം വെച്ചങ്ങ് ചെയ്യും. പക്ഷേ ചെയ്തു വരുമ്പോൾ ഒരു എന്താ പറയുക, ചിലപ്പം അബദ്ധത്തിന് നമ്മൾ ചെയ്യാറുണ്ട്, അബദ്ധം പറ്റാറുണ്ട്. ആ അബദ്ധം അവസാനം ഫിനിഷ് ചെയ്ത് വരുമ്പോൾ അബദ്ധമൊക്കെ പറ്റുന്നതൊക്കെ അവസാനം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരിക്കും. അങ്ങനെ അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അതങ്ങ് ഫിനിഷ് ചെയ്തു, കണ്ടില്ലേ. ചിലപ്പോൾ നമ്മൾ ഇതുപോലെ അവസാനം ഫിനിഷ് ചെയ്യാൻ സമയത്തിന് നമ്മൾ ഇപ്പോൾ ഒരു 5 എണ്ണം വെച്ച് ചെയ്തു പോവുകയാണ്, ചിലപ്പോൾ 5 എണ്ണം നിൽക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ബീഡ്സ് മാറ്റി കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതങ്ങ് 5 തന്നെ നമുക്ക് വെക്കണമെന്ന് അവിടെ വെക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു ബീഡ്സ് അങ്ങ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കവിടെ ഒരു ഫിനിഷിങ്ങോടെ. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നന്നായിട്ട് നമ്മൾ ചെയ്തതിന് ഒന്ന് ബാങ്കിളിൻ്റെ ബീഡ്സൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഗ്ലൂവിൽ അത് പേസ്റ്റായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. നമുക്കിതൊക്കെ എന്താ പറയുക, കുഞ്ഞു കുഞ്ഞു ബാംഗിൾസൊക്കെ വളരെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷനൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് കളർ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയറായിട്ടൊക്കെ വിയർ ചെയ്യാൻ പറ്റും. അങ്ങനെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ തന്നെ സെയിം നമുക്ക് ഇയറിംഗ് ഒക്കെ ചെയ്തെടുക്കാം, സ്റ്റഡായിട്ടൊക്കെ ചെയ്തെടുക്കാം, വളരെ സിമ്പിളായിട്ടൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.